യോവിൻ്റെ പുസ്തകം 41-ാം അധ്യായം. നിനക്ക് മുതലയെ ചൂണ്ടയിട്ട് പിടിക്കാമോ? അവൻ്റെ നാക്ക് ചരട് കൊണ്ട് ബന്ധിക്കാമോ? അവൻ്റെ മൂക്കിൽ കയറിടാമോ? അവൻ്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ? അവൻ നിന്നോട് ഏറെ യാചിക്കുമോ? അവൻ നിന്നോട് മൃദുവായി സംസാരിക്കുമോ? എന്നും എനിക്ക് ദാസനായിരുന്നു കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ? ഒരു പക്ഷിയെപ്പോലെ ഓടെന്ന പോലെ നീ അവനോട് കളിക്കുമോ? നിന്റെ ബാലികാ ബാലന്മാർക്ക് വേണ്ടി അവന് തോൽവാറിടുമോ? വ്യാപാരികൾ അവന് വേണ്ടി വിലപൂശുമോ? അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്തു നൽകുമോ? നിനക്ക് അവൻ്റെ തൊലി ചാട്ടുളി കൊണ്ട് അവൻ്റെ തല മുപ്പല്ലി കൊണ്ട് നിറയ്ക്കാമോ? അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കുകയില്ല. ആ യുദ്ധം നിനക്ക് മറക്കാനാവുകയില്ല. അവനെ കാണുന്നവൻ്റെ ധൈര്യം അറ്റുപോകുന്നു. കാണുന്ന മാത്രയിൽ അവൻ നിലം പതിക്കുന്നു. അവനെ ഉണർത്താൻ തക്ക ശൂരനല്ല. പിന്നെ എന്നോട് എതിർത്ത് നിൽക്കുവാൻ ആരുണ്ടാവും? ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് ആരെങ്കിലും നിനക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ? ആകാശത്തിന് കീഴിലുള്ളതൊക്കെയും എൻ്റേതാണ്. അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല. അവൻ്റെ പുറംചട്ട ഉരിയാൻ ആർക്ക് സാധിക്കും? അവൻ്റെ ഇരട്ടക്കവചം തുളയ്ക്കാൻ ആർക്ക് കഴിയും? അവൻ്റെ മുഖകവാടം ആർക്ക് തുറക്കും? അവൻ്റെ പല്ലിന് ചുറ്റും ഭീകരതയാണ്. അവൻ്റെ പുറം പരിച നിരകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അത് മുറുക്കി അടച്ച് മുദ്ര വച്ചിരിക്കുന്നു. വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. വേർപെടുത്തുവാൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു. അവ യോജിച്ചിരിക്കുന്നു. അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു. അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺപോളകൾ പോലെയാണ്. അവൻ്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമച്ചത്തിൽ നിന്നും എന്ന പോലെ അവൻ്റെ മൂക്കിൽ നിന്ന് പുക ഉയരുന്നു. അവൻ്റെ ശ്വാസം കരിക്കു തീ കൊളുത്തുന്നു. അവൻ്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു. അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു. ഭീകരത അവൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നു. അവൻ്റെ മാംസപാളികൾ തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നു. ഇളകിപ്പോകാത്ത വിധം അത് അവയിന്മേൽ ഉറച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ്. തിരികല്ലിൻ്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളതാണ്. അവൻ പൊക്കുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു. അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശാകുന്നു. വാൾ, കുന്തം, ചാട്ടുളി, വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല. ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതിക്കിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു. അസ്ത്രം കൊണ്ട് അവൻ ഓടുകയില്ല. കവണിക്കല്ല് അവൻ്റെ വൈക്കോൽ പോലെയാണ്. ഗദയും അവന് വൈക്കോൽ പോലെ തന്നെ. വേരിൻ്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു. അവൻ്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷണം പോലെയാണ്. അവൻ ചെടിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു. അവൻ സമുദ്രത്തെ ഒരു കടലെന്ന പോലെ തിളപ്പിക്കുന്നു. കടലിനെ ഒരു കൂടം തൈ പോലെ ആക്കി തീർക്കുന്നു. അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു. ആഴിക്ക് നരബാധിച്ച പോലെ അവന് തോന്നും. ഭൂമുഖത്തെങ്ങും അവനെപ്പോലെ നിർഭയമായ ജീവിയില്ല. ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു. ഊർത്ത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.